ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോകുന്ന മത്സരങ്ങൾ അത് വളരെ അപൂർവമായിരിക്കും. അതായത് രാജ്യത്തിന് വേണ്ടിയാണെങ്കിലും ക്ലബിന് വേണ്ടിയാണെങ്കിലും കളിക്കളത്തിൽ ഇറങ്ങുന്ന മത്സരത്തിൽ ഭൂരിഭാഗം മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ തിളങ്ങാറുണ്ട്. അതിൻ്റെ ഒരു തെളിവ് ഇപ്പോൾ പ്രമുഖ ഡാറ്റാബേസ് ആയ സോഫാ സ്കോർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവരുടെ ഡാറ്റാബേസിൽ ഏറ്റവും കൂടുതൽ തവണ 10 റേറ്റിംഗ് നേടിയിട്ടുള്ള രണ്ടാമത്തെ താരം അത് നെയ്മർ ജൂനിയർ ആണ്. അതായത് സ്ഥിരതയാർന്ന പ്രകടനം നെയ്മർ ജൂനിയർ പുറത്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 3 മുതൽ 5.9 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് കേവലം ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ്. അതായത് വളരെ കുറഞ്ഞ റേറ്റിംഗ് കേവലം ഇതുവരെ ഒരു മത്സരത്തിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ആ ഒരു മത്സരം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ ഒരു ആവറേജ് പ്രകടനം നടത്തി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇനി 6 മുതൽ 6.4 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ 17 തവണയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 6.5 മുതൽ 6.9 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ 48 തവണയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 7 മുതൽ 7.9 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ 139 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 8 മുതൽ 8.9 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ 81 തവണയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 9 മുതൽ 10 വരെയുള്ള റേറ്റിംഗ് നെയ്മർ ജൂനിയർ 58 തവണ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ 58 മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. ഈ കാറ്റഗറി അഥവാ 9 മുതൽ 10 വരെയുള്ള റേറ്റിംഗിലുള്ള ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ തവണ സ്വന്തമാക്കിയിട്ടുള്ള രണ്ടാമത്തെ താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് സോഫാ സ്കോർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നെയ്മറുടെ ഒരു പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, അദ്ദേഹത്തിൻ്റെ കളിമികവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നെയ്മർ ജൂനിയറുടെ കരിയർ എത്രത്തോളം മുകളിലേക്ക് പോകുമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആരാധകർ ആശിച്ചു പോവുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.